Next, I invite B.L. Jose sir, Dalit Sena State President, to felicitate. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും ജയ് ഭീം. അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം, എനിക്ക് എല്ലാവരുടെയും പേരറിയാത്തത് കൊണ്ടാണ്. ഞാൻ B.L. ജോസ് എന്ന ആളാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വന്നത്. ഒരു ധന്യമുഹൂർത്തമാണിത്. നമ്മളുടെ അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നാഴികല്ലാകാൻ പ്രാപ്തമായ ഈ ധന്യമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഒരുപക്ഷെ ഞാനിനി ചിന്തിക്കുകയാണ്, കല്ലറ സുകുമാരൻ സാറ്, പോൾ ചിറക്കോൾ സാർ, അവരുടെയൊക്കെ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രവർത്തനം എന്തുമാത്രം ജനങ്ങളുടെ ഇടയിൽ എത്തുമായിരുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ പോയൊരു പത്രസമ്മേളനം നടത്തിയാൽ നമ്മൾ പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് അതിനെ ഉണ്ടോ എന്ന് കണ്ണാടി വെച്ച് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ വാർത്ത വരത്തുള്ളൂ. പല ബൈറ്റുകൾ എടുത്തു പോകും, പക്ഷേ അതൊന്നും മാധ്യമങ്ങളിൽ വരില്ല. അവസാനം ഈ നമ്മുടെ ബൈറ്റ് എടുത്തു പോകുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ആരെങ്കിലും ആയിരിക്കും എടുത്തു പോകുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എനിക്ക് വ്യക്തമായി അറിയാം. ഞങ്ങളൊരിക്കൽ എങ്ങനെയും ആഗ്രഹിച്ചു, ഇനി നമ്മുടെ വാർത്ത വരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രസ് ക്ലബ്ബ് ഉപരോധിക്കുക. അങ്ങനെ വരെ ഒരു ചിന്തയിലേക്ക് ഒരിക്കൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഉപരോധിച്ചാൽ ഒരു പക്ഷേ നമ്മളുടെ വാർത്ത വരും. അല്ലാതെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയാലോ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ പോയാലോ ഒന്നും നമ്മളുടെ വാർത്ത കൊടുക്കില്ല. കാരണം ഈ വാർത്താ മാധ്യമങ്ങളെല്ലാം നയിക്കുന്നത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്, വരേണ്യ വർഗമാണ്. അപ്പോൾ അതിനെല്ലാം വിഭിന്നമായി നമ്മളുടെ ഉയർച്ചയ്ക്ക് നാഴികക്കല്ലാകുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ ജീവിതം തന്നെ പഠിച്ചാൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയിട്ടുണ്ട്. ഭ്രാന്തില്ലാതെ ഭ്രാന്താശുപത്രിയിൽ അടച്ചിട്ടുണ്ട്. തന്നെ ഒരു 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചവൻ 57 കേസിൽ പ്രതിയാണ് നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ. ഞാൻ സ്കൂളിലെ PTA പ്രസിഡൻറ്റ്. ആ പീഡിപ്പിച്ച കുഞ്ഞിന് അനുകൂലമായി നിന്നതുകൊണ്ട് അവസാനം പോലീസിൻ്റെ ഇൻസ്പെക്ടർ വരെ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ദേശം വിട്ട് നീ മാറിപ്പോണം, ഗുജറാത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞു. ഞാൻ ഗുജറാത്തിൽ കുറേ കാലം ഉണ്ടായിരുന്ന ആളാണ്. അവസാനം എനിക്ക് ജീവിക്കാൻ വേണ്ടി, ഈ സാറിനെയൊക്കെ അന്ന് പരിചയപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പാണ്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തത്. അവസാനം ഈ 57 കേസിൽ പ്രതിയായ തോക്ക് ഷാജി, എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരു വലിയ ക്രിമിനലാണ്. അവനെ സ്വന്തമായി കൈകാര്യം ചെയ്തുകൊണ്ട് ജയിലിൽ പോവേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ 307 എന്ന നമ്പറിൽ കേസിൽ പ്രതിയാണ്. ജീവിക്കാൻ വേണ്ടിയാണ്. അന്ന് ഇതുപോലൊരു TV ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യ വിഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യൻ വോയിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്നും അവസ്ഥ വരില്ല. പിന്നീട് അവസാനം സൂര്യ TV-കാരൻ്റെ വീട്ടിൽ വന്നു, കഥകൾക്കപ്പുറം എന്ന് പറഞ്ഞത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ പല വീഴ്ചകളിൽ ഇങ്ങനെയൊരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഒരു യൂണിറ്റ് നമുക്കുണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്നെ ഒന്നുകൂടെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസിൻ്റെ ട്രെയിനിയാണ്, കോൺട്രാക്ട് കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. അതിലുപരി രാംവിലാസ് പാസ്വാൻ്റെ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റുള്ള ദളിത് സേനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഓക്കെ, എന്തായാലും എല്ലാവരെയും പരിചയപ്പെടാൻ നന്ദി. നമസ്കാരം. ജയ് ഭീം. Thank you, sir.